അടിയിൽ സുഖമായി ഉറങ്ങുവാൻ വേണ്ടി മണ്ണിന് മുകളിൽ നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ പേരാണ് ജീവിതം. അപ്പോൾ ഞാൻ വിശ്രമിക്കുന്നത് മണ്ണിനടിയിൽ മാത്രമായിരിക്കും. ഭൂമിക്ക് മുകളിൽ എനിക്ക് വിശ്രമമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് ജീവിതത്തിൽ കണ്ടത്. വൈകല്യത്തോടു കൂടി ഇവിടെ ജീവിക്കാനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് അനുവദിച്ച സമയത്തിനകത്ത് നിന്നുകൊണ്ട് ലോകത്തിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ജോക്കർ എന്ന് പറഞ്ഞ് കണ്ടിരുന്നൊരു അന്ന് വരെ, അത്ഭുതദ്വീപ് തുടങ്ങുന്നതിന് മുമ്പ് വരെ എവിടെ പോയാലും, ഏത് ജംഗ്ഷനിലോ ഏത് ബസ് സ്റ്റാൻഡിലോ ഏത് റെയിൽവേ സ്റ്റേഷനിലോ പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോക്കർ 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 ഈ വാക്ക് കേട്ട് 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 എന്തോ ഒരു ഇതായിരുന്നു. കാരണം കോമാളി എന്നുള്ള രീതിയിലായിരുന്നു. നേരെ തലകീഴ് മറിഞ്ഞുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ചേട്ടൻ സിനിമാക്കാരൻ സിനിമാക്കാരൻ എന്നുള്ള ആ ഒരു സുഖമുള്ള ഒരു വിളിയിലേക്ക് വന്നപ്പോൾ ഇത് പിന്നെ ജീവിതത്തിൽ വിട്ടുകളയാൻ പറ്റുമോ? കൂടെ അങ്ങ് പിടിച്ചു. നമസ്കാരം. ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കലാകാരനാണ്. ഛോട്ടാ വിപിൻ എന്നാണ് പേര്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ചെറിയ വലിപ്പം കുറഞ്ഞ, പൊക്കം കുറഞ്ഞ കലാകാരന്മാർ, അങ്ങനെയുള്ള കലാകാരൻ എന്നുകൊണ്ടായിരിക്കും ഛോട്ടാ വിപിൻ എന്നുള്ള പേരിട്ടത്. പക്ഷേ ആൾ വലിപ്പത്തിൽ കൂടുതൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നൊരു വലിയ കലാകാരനാണ്. ഏറെ സ്നേഹത്തോടെ ഛോട്ടാ വിപിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഛോട്ടാ വിപിൻ എന്നുള്ള പേര് പെട്ടെന്നൊരു കൗതുകം ഉണ്ടാക്കും എല്ലാവർക്കും. അതുകൊണ്ടാണ് അതിൽ തുടങ്ങാൻ പറ്റിയത്. എങ്ങനെയാണ് ഈ ഛോട്ടാ വിപിൻ എന്നുള്ള പേര്? ഛോട്ടാ വിപിൻ എന്നുള്ള പേര് വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തോട് ചേർത്ത് വെച്ചൊരു പേരാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് അതിൻ്റെ പ്രൊഡ്യൂസറായ രജി ചേട്ടനും അതിൻ്റെ ഡയറക്ടർ ഉസ്മാൻ സാറും കൂടി ചേർന്ന് എനിക്കിട്ടൊരു പേരാണ് ഛോട്ടാ വിപിൻ. ഉണ്ടപ്പക്കുറിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഛോട്ടാ വിപിൻ എന്നൊരു കൗതുകത്തിന്റെ പുറത്തിട്ടതാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ പേര് നിനക്ക് ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നിന്നെ എല്ലാവരും അറിയപ്പെടുന്നത് ഈ ഒരു പേരിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അന്ന് വൈകുന്നേരം ഫേസ്ബുക്കിൽ എൻ്റെ പേരങ്ങ് മാറ്റി. നമ്മള് തന്നെ മാറ്റി. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലായിടത്തു നിന്നും എല്ലാവരും ഛോട്ടാ വിപിൻ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര വാത്സല്യം കലരുന്നത് പോലെ തോന്നി. ഒരിക്കലും കളിയാക്കലുകളോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും എനിക്ക് ആ കാര്യത്തിലില്ല. അപ്പോൾ ഞാൻ ഓർത്ത് കൊള്ളാമല്ലോ ഈ പേര്, ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കാന്ന് വെച്ചു. ഇന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു വലിയൊരു ബ്രാൻഡ് ഐഡന്റിറ്റി പോലെ നമ്മുടെ കൂടെ അങ്ങ് കൂടി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ പേരിൽ. പക്ഷേ ഈ പേര് പലരും ഈ നമ്മുടെ ശരീരത്തിന്റെ സൗകുമാര്യം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, മറ്റ് പല കാര്യങ്ങളിൽ ആൾക്കാർ കൺസേൺ ആവുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ അപകർഷതാബോധത്തിലോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് വിപിൻ ഇത്രയും ധൈര്യമായിട്ട് ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നത്. അതിലാണ് എനിക്ക് വിപിനോട് വലിയൊരു റെസ്പെക്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെ, അതിനകത്തൊരു കാര്യമുള്ളത്, നമ്മള് ഇപ്പോൾ ഏത് തരത്തിൽ ജനിക്കണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, വൈകല്യങ്ങളോട് കൂടി ഒരാൾ ജനിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. പക്ഷെ വൈകല്യങ്ങളോടുകൂടി ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് അത് അയാളുടെ മാത്രം തെറ്റാണ്. അപ്പോൾ ഞാൻ ഇതാണ് ജീവിതത്തിൽ കണ്ടത്. വൈകല്യത്തോടു കൂടി ഇവിടെ ജീവിക്കാനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് അനുവദിച്ച സമയത്തിനകത്ത് നിന്നുകൊണ്ട് ലോകത്തിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഞാൻ കാണുന്ന കണ്ണിലൂടെ, എൻ്റെ ഒരു വീക്ഷണത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കും, ഈ ലോകത്തൊരാൾക്കും കാണാൻ കഴിയില്ല എന്ന ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇപ്പോൾ സാർ നേരത്തെ തന്നെ പറഞ്ഞു ഉയരക്കുറവ് എന്ന്. സാറിന്റെ ആംഗിളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് താഴെ ഒരു ദൃശ്യമുണ്ട് എന്ന് സാർ അവകാശപ്പെടുന്നത് കൊണ്ടാണ് സാറിനേക്കാൾ ഉയരക്കുറവ് എനിക്കുണ്ട് എന്ന് സാർ പറയുന്നത്. അപ്പോൾ ആ താഴെയുള്ള ദൃശ്യങ്ങളെ പകർത്തുവാൻ നമ്മൾ ക്യാമറകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങളെ പറഞ്ഞു തരാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയാത്തത് കൊണ്ട് ആ കാര്യങ്ങളെ എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഭയങ്കര ഗംഭീര ഉത്തരവായിരുന്നു. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ എല്ലാ കാലത്തും ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കോൺഫിഡൻസ് ആണ്, അവനവന്റെ ആത്മവിശ്വാസം. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു തീർക്കും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം. ഇതിന്റെയൊക്കെ ഉപരിയാണ് നമ്മൾ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന വിശ്വാസങ്ങൾ. അല്ല, ഇത് സാറ് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്നോട് ഫോണിലൂടെയൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഈ എനിക്കിപ്പോൾ 40 വയസ്സായി, 40 വർഷം കൊണ്ട് നീ എന്ത് നേടി എന്ന് ചോദിച്ചവരെന്നോടുണ്ട്. ഇങ്ങനെ നേടിയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഞാൻ എൻ്റെ ജീവിതം കണ്ടുപഠിക്കാൻ ഈ ലോകത്തോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല.
ഞാൻ കടന്നു പോകുന്ന വഴികൾ സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം. അപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിലാണ് എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ജീവിതത്തിലെ നിരാശാഭാവമാണ് ഇന്നത്തെ കാലത്ത് പലർക്കും ഉള്ളത്. ഞാൻ എന്ത് നേടി, ഇപ്പം 40 വയസ്സ് വരെ നമ്മൾ കഴിയുന്നു എന്ന് പറയുന്നത്, അതിലൊന്നും കുറ്റബോധത്തിൻ്റെയോ തെറ്റിദ്ധാരണകളുടെയോ സംശയങ്ങൾ ചോദിക്കുന്നവരെ നമുക്ക് തിരസ്കരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളായിട്ട് ജീവിച്ചാൽ മതി, മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കുക എന്നുള്ള നമ്മുടെ ഒരു അജണ്ട. അത് എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷം കണ്ടെത്താൻ വിപിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് 2026 വിപിനെ സംബന്ധിച്ചൊരു നല്ല വർഷമാണെന്നാണ് തോന്നുന്നത്. ഈ വർഷം ആദ്യമാണ് വിപിന് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രത്യേക പുരസ്കാരവും പരാമർശവും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. അപ്പൊ ഈ വരുന്ന പുതിയ കാലയളവില് ഇപ്പൊ വിപിന്റെ ഈ 2026 കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് സിനിമയിൽ? ഞാൻ അവാർഡുകൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രവൃത്തി ചെയ്തതിന് ശേഷം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതല്ലാതെ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് തന്നെ ഞാൻ പോകും. എൻ്റെ ജോലി കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ അറിവ് കുറവിൻ്റെ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സമയം കണ്ടെത്തുകയും അതിനോടൊപ്പം ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളും കൂടെ കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരാളെ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ജീവിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനനത്തിനും മരണത്തിനും ഇടയിൽ വീണ് കിട്ടുന്ന ചെറിയൊരു നിമിഷമാണ് ജീവിതം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ആ ജീവിതത്തെ എത്രയും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും മനോഹരമായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൂടാതെ ജീവിതം എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ എനിക്ക് ലോകത്തിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് മണ്ണിനടിയിൽ സുഖമായി ഉറങ്ങുവാൻ വേണ്ടി മണ്ണിന് മുകളിൽ നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ പേരാണ് ജീവിതം. അപ്പോൾ ഞാൻ വിശ്രമിക്കുന്നത് മണ്ണിനടിയിൽ മാത്രമായിരിക്കും. ഭൂമിക്ക് മുകളിൽ എനിക്ക് വിശ്രമമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവനോട് എൻ്റെ ജീവിതം കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക, അത്രയും. ഈ പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ജനിക്കുന്ന സമയം മുതലുള്ള ഒരു പോരാട്ടം. തീർച്ചയായിട്ടും. അപ്പം ജീവിച്ചിരുന്ന് നമ്മൾ ഭൂമിക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന പോരാട്ടമാണ് അതികഠിനമായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളത് മരണമാണ് ജീവിതത്തെക്കാട്ടിലും വളരെ അല്ല. പോരാട്ടം എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. പിന്നെ സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ജനിച്ചു വീഴുന്ന സമയത്ത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ജനിച്ചു വീഴുമ്പോൾ തൊട്ട് പോരാട്ടം തുടങ്ങുന്നു. ജനിച്ചു വീഴുമ്പോൾ ഞാനൊന്ന് കരഞ്ഞില്ലെങ്കിൽ പോരാട്ടം തുടങ്ങിയെന്നുള്ളതാണ്. കാരണം എന്താണ് ഈ കുട്ടി കരയാത്തതെന്ന് ലോകം ചോദിക്കില്ലേ? അപ്പൊ അവനെന്തോ കാര്യമായ വൈകല്യം ഉള്ളത് കൊണ്ടാണ് അവൻ കരയാത്തത്. അപ്പൊ ജനിച്ചു വീണപ്പോ തൊട്ട് തന്നെ ഈ വിമർശനങ്ങൾ കേട്ട് തുടങ്ങി. അപ്പൊ അവന്റെ പിന്നീടുള്ള ജീവിതത്തിൽ അവൻ എന്തുമാത്രം വിഷമങ്ങൾ പിന്നെ നേരിടേണ്ടി വരുമെന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കണം. കാരണം ഇങ്ങനെ ആവണം എന്ന് സമൂഹം ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ജനിക്കുന്ന ഒരു കുട്ടി ആദ്യമേ തന്നെ കരയണമെന്ന് ലോകം ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ആ ആഗ്രഹിച്ചു നിൽക്കുന്നവരുടെ മുന്നിൽ അവരാഗ്രഹിക്കുന്നത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ സമൂഹം അവനെ വൈകല്യമുള്ളവനെന്ന് വിളിക്കാം. നിങ്ങൾ ഈ വിപിന്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അതേപോലെ സമാനമായ എന്തെങ്കിലും വിഷമം പിടിച്ച അനുഭവങ്ങൾ? പിന്നെ ഒരുപാട്. അതായത് 1ാം ക്ലാസ്സിൽ ചേർക്കാനായിട്ട് ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്ന ദിവസം അച്ഛൻ ഇതൊന്നും ഓർക്കാതെ അച്ഛൻ പോയി ചേർത്തലയിൽ നിന്ന് ഒരു അലൂമിനിയത്തിന്റെ പെട്ടിയാണ് മേടിച്ചിട്ട് വന്നത്. പഴയ ട്രങ്ക് ബോക്സ്. ഈ പെട്ടി മേടിച്ചിട്ട് അലൂമിനിയത്തിന്റെ പെട്ടി മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. ഈ പെട്ടിയും കൊണ്ട് തൻ്റെ മകൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുക എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് ആരും ചിന്തിച്ചില്ല. രാവിലെ ചോറൊക്കെ റെഡിയാക്കി അമ്മ ഇത് സെറ്റാക്കിയ സമയത്താണ് ഇത് പിടിച്ചുകൊണ്ട് ഇവനെ എങ്ങനെ പോകണമെന്നുള്ളൊരു ചോദ്യം വരുന്നത്. ജീവിതത്തിലെ ആദ്യത്തെ പ്രതിസന്ധി എന്ന് വേണം പറയാൻ. കാരണം പഠിക്കാൻ പോകുമ്പോഴുള്ള ആദ്യത്തെ ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവിടെയും ഈശ്വരൻ്റെ കരങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ എൻ്റെ പഠനകാലത്ത് എന്നെ കൊണ്ട്, അതായത് പുള്ളിക്കാരനെ കൊണ്ടാവുന്ന കാലത്തോളം ആ പെട്ടിയും പിടിച്ചുകൊണ്ട് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൈവം ദൈവം അവിടെയും എന്നെ തുണച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈശ്വരനെ എന്താ പറയുക, നമ്മൾ അങ്ങനെ തന്നെ കാണണം. ദൈവത്തിന്റെ കൈകൾ എവിടെ നിന്നൊക്കെയാണ് വരിക എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് കലയിലേക്ക് വരുന്നത് 2005
അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ. അതിനു മുമ്പൊന്നും വിനയൻ സാറിന്റെ സിനിമ, അതിനു മുമ്പൊന്നും സിനിമയൊന്നും ചെയ്യാനോ അല്ല അങ്ങോട്ടൊക്കെ എത്തിപ്പെടാനോ അറിയില്ല. കാരണം മറ്റേതോ ലോകത്ത് നടക്കുന്ന, അതായത് സിനിമയിലൊക്കെ അറിയാമല്ലോ ജോബിച്ചേട്ടൻ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ജോബിച്ചേട്ടനൊക്കെ, പൊക്കം കുറഞ്ഞ ജോബിച്ചേട്ടനൊക്കെ സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുമ്പോൾ അവരൊക്കെ ഏതോ മായാലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്, ഇവരെയൊക്കെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് നിന്നാണ് 2005 അത്ഭുതദ്വീപ് സിനിമ വരുന്നത്. അപ്പോൾ വിനയൻ സാറ് ഇതുപോലെ കേരള കൗമുദി പത്രത്തിലൊരു പരസ്യം കൊടുക്കുവാണ്. പൊക്കം കുറഞ്ഞ പൃഥ്വിരാജിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു പരസ്യം വരുക, പൊക്കം കുറഞ്ഞ കുറെ ആളുകൾ സിനിമയിൽ വേണം എന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ പത്രപരസ്യം കാണുമ്പോൾ ഞാനിതെടുത്തിട്ട് എങ്ങനെയാണ് വിനയൻ സാറിന്റെ വീട്ടിലേക്ക് പോകേണ്ടത് എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ സാറിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇവനെ വിളിക്കാം, പോയിട്ട് വരുമെന്ന് പറഞ്ഞു. വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം നമുക്ക് അറിയില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു കത്ത് വരുവാണ്, അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ വിപിനെ എടുത്തിരിക്കുന്നു, ഇത്രാം തീയതി മലമ്പുഴ ചാമ്പ്യൻ ഹോട്ടലിൽ എത്തണം. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, കാരണം ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ മലമ്പുഴ ചാമ്പ്യൻ ഹോട്ടലിൽ ചെന്നിട്ട് അതിൻ്റെ 7ാമത്തെ നിലയിൽ നിന്ന് ഞാൻ രാവിലെ നോക്കുമ്പോൾ കാണുന്നത് ദൂരേന്ന് ഒരുപാട് പൊക്കം കുറഞ്ഞ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ സന്തോഷമാണെന്നോ, കാരണം അത് അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇന്നും ആ ഒരു ദിവസം മനസ്സിൽ ഇങ്ങനെ ഓർക്കുക. അപ്പൊ താഴേക്ക് നോക്കിക്കൊണ്ട് നിന്ന് ഞാൻ വേഗം പടികളെല്ലാം ഇറങ്ങി താഴെ വന്നു. ഇവരെയൊക്കെ പരിചയപ്പെടുന്നു, ഓരോരുത്തർ എവിടെയാണ് സ്ഥലം എന്താന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ വീണ്ടും ജീവിതത്തിലേക്ക് വരുവാണ്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, അതായത് എന്നേക്കാൾ പ്രായമുള്ള ഒരാളുടെ തോളിൽ കൈയിടാനുള്ള ഒരു ഭാഗ്യം ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ ഒരു കുട്ടികളുടെ തോളിൽ പോലും കൈയിട്ട് നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നതല്ലാതെ അവരുടെ തോളെ കൈയിട്ട് ഇന്ന് വരെ വർത്താനം പറയാനോ മുഖത്ത് നോക്കി സംസാരിക്കാനോ സാധിക്കാത്തൊരവസ്ഥ അന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം അത്ഭുതദ്വീപ് മറികടക്കുകയായിരുന്നു. ഇതെല്ലാം പിന്നെ ഭയങ്കര അത്ഭുതം. ഇത് കൂടാതെ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോക്കർ എന്ന് പറഞ്ഞ് കണ്ടിരുന്നൊരു അന്ന് വരെ, അത്ഭുതദ്വീപ് തുടങ്ങുന്നതിന് മുമ്പ് വരെ എവിടെ പോയാലും, ഏത് ജംഗ്ഷനിലോ ഏത് ബസ് സ്റ്റാൻഡിലോ ഏത് റെയിൽവേ സ്റ്റേഷനിലോ പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോക്കർ 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 ഈ വാക്ക് കേട്ട് 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 എന്തോ ഒരു ഇതായിരുന്നു. കാരണം കോമാളി എന്നുള്ള രീതിയിലായിരുന്നു. നേരെ തലകീഴ് മറിഞ്ഞുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ചേട്ടൻ സിനിമാക്കാരൻ എന്നുള്ള ആ ഒരു സുഖമുള്ള ഒരു വിളിയിലേക്ക് വന്നപ്പോ ഇത് പിന്നെ ജീവിതത്തിൽ വിട്ടുകളയാൻ പറ്റുമോ? കൂടെ അങ്ങ് പിടിച്ചു. ഏകദേശം 23ഓളം സിനിമ. ഞാൻ ലാസ്റ്റ് ചെയ്തത് വാലിബനായിരുന്നു, മലക്കോട്ടെ വാലിബൻ, രാജസ്ഥാനിൽ പോയി. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു മേഖലയാണ്. പക്ഷെ ഈ സിനിമയില് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. ഈ വളർന്ന് കയറി വരുന്ന കലാകാരന്മാർക്ക് എല്ലാവരും ഒറ്റയടിക്ക് പരിഗണിക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയത്ത് അവരൊരു നേട്ടം കൊയ്തവരാണെന്ന് ജനം അംഗീകരിക്കണമെന്നില്ല. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വരും. അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ വിപിനുണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളുടെ കുടുംബാന്തരീക്ഷത്തിൽ കൂടി പോലും വലിയൊരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം വളരുന്നതനുസരിച്ച്. അല്ല എന്നുണ്ടെങ്കിൽ സമൂഹം നമ്മളെ പ്രത്യേകമായ രീതിയിൽ നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. സമ്പത്തൊരു ഘടകമാണ്. അതായത് നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു മനോഹരമായ ഒരു കാറ്, മതിലും ഗേറ്റും ഒക്കെ വെച്ചൊരു വീട്, അവൻ ടോട്ടലി മാറി എന്നൊരു തോന്നൽ സമൂഹത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളൂ. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. എൻ്റെ കയ്യിൽ എന്ത് ഉണ്ട് എന്ന് ലോകത്തിനെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പോകാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ പോകുന്നുണ്ട് എങ്കിൽ ഞാൻ വളരെയേറെ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ചായ ആസ്വദിച്ച് എങ്ങനെ കുടിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ചായ ഞാൻ കുടിക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനം ഞാൻ അനുഭവിച്ചാൽ പോരെ, മറ്റൊരാളുടെ സന്തോഷങ്ങളിലേക്ക് അത് കൊണ്ടുപോകാം. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഈ മോട്ടിവേഷൻ ലെവലിൽ തന്നെ ഒരുപാട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യുന്നതും ഇന്റർവ്യൂസിന് പോകുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ അതങ്ങനെ ആ ഒരു സ്പിരിറ്റ് എങ്ങനെയൊക്കെ, അതായത് തളരുന്നവർക്ക് താങ്ങ്. ഇപ്പൊ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് സ്വയം ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് തീർച്ചയായിട്ടും. അത് കൂടുതലും വായനയിലൂടെ ഉണ്ടാകുന്നതാണ്. ഞാൻ കൂടുതൽ ജീവിതാനുഭവങ്ങൾ വായിക്കും, ഇന്റർവ്യൂകൾ കാണും, മറ്റുള്ളവന്റെ അനുഭവങ്ങൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നടന്നുപോയ വഴികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നിന്ന് എനിക്ക് ലോകത്തോട് പറയുവാനുള്ള ഒരു കാര്യം,
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കുട്ടികളെ കുറിച്ച് ഓർത്താണ് മാതാപിതാക്കൾ മാനസികമായിട്ട് വിഷമിക്കുന്നത്. ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ വേണ്ടതും ഈ ഒരു കാലഘട്ടത്തിലാണ്, മാതാപിതാക്കൾക്കും അതെ കുട്ടികൾക്കും അതെ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലോകം മുഴുവൻ ഒരു പരവതാനി വിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ മക്കളോട് നടക്കാൻ പറഞ്ഞാൽ അതിനുള്ള സാധ്യത ഇല്ല. ഈ ലോകത്ത് ഒരാളെ കൊണ്ടും നടക്കില്ല പോകുന്ന വഴിയിൽ പരവതാനി വിരിച്ചു കൊടുക്കാൻ. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കാലിൽ മനോഹരമായ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടായാൽ അവർ നന്നായി നടക്കും. ഈ ലോകത്തിന് നെറുകയിൽ ഒന്നും കൊള്ളാതെ സുന്ദരമായി ലോകത്തോടെ നടക്കും. അങ്ങനെ സ്വന്തമായി ഒരു പ്രാപ്തി ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലേക്ക് പോകാൻ കാര്യം, മറ്റൊരാൾ പറയുന്നതിനേക്കാൾ തീവ്രമായ രീതിയിൽ അനുഭവങ്ങളെ ഒരാളുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നു എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയോ അന്ന് മുതൽ ഈ പണി എന്റെ കൂടെ ചേർത്ത് പിടിച്ചു. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ അത് പുസ്തകമായിട്ടും ഞാൻ കണ്ടു. വിപിന്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ടൊരു പുസ്തകം, തോന്നിയ അക്ഷരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. വീണ്ടും അതെ, അടുത്ത പുസ്തകത്തിന്റെ എഴുത്ത് ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോ വൈകാതെ തന്നെ അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിലൊരു പുസ്തകത്തിന്റെ കണ്ടന്റ് അനുഭവങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഓരോ നിമിഷവും ലോകത്തോട് പറയാനുണ്ട്. കാരണം കടന്നു പോകുന്ന വഴികൾ, യാത്രകൾ ഒക്കെ ഒത്തിരി അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എഴുതാനിരുന്നു കഴിഞ്ഞാൽ 365 ദിവസവും 365 വിഷയങ്ങൾ, അതിൽ കൂടുതലും എഴുതാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിയാത്ത ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നോട്ടം കൊണ്ടാണേലും സംസാരം കൊണ്ടാണേലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ ആണേലും ഒക്കെ. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും വിഷമം പിടിച്ച ഒരു ജീവിതാനുഭവം ഓർത്തെടുക്കാൻ പറ്റുമോ? വിഷമം പിടിച്ചൊരു ജീവിതാനുഭവം അത് പറയാം. അതായത് ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേർത്തലയിൽ വെച്ചിട്ട് ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി നിൽക്കുന്ന സമയത്ത് ഞങ്ങളിതുപോലെ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾ ഒരു സ്റ്റിക്കൊക്കെ പിടിച്ചുകൊണ്ട് നടന്ന് ബസ്സിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ബസ് കണ്ടക്ടർ ഈ ഡോർ അങ്ങോട്ട് വലിച്ചടച്ച് അദ്ദേഹത്തെ കയറ്റിയില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പുറത്ത് നിൽക്കുവാണ്. ഞാൻ ഉടനെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടി അകത്തോട്ട് കയറി കിടന്ന് ബഹളം വെച്ച്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമ്മളൊരു ഇങ്ങനെ കിടന്ന് ബഹളമൊക്കെ വെക്കുമ്പോൾ സമൂഹം എന്ത് വിചാരിക്കുമെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്ക് ആ സമയത്ത് തോന്നിയത്. ഒരു പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു രീതിയിൽ ഞാൻ അവനോട് പ്രതികരിച്ച് ഡോറ് ഞാൻ ചവിട്ടി തുറന്നു. എന്നെ കൊണ്ടെത്താവുന്ന രീതിയിൽ ഞാനത് ചവിട്ടി തുറന്നു. ഈ ആളെ കൈപിടിച്ച് ഞാൻ വണ്ടിയുടെ അകത്ത് കയറ്റി അവനുമായിട്ട് ബഹളം വെച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾ ഈ കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നൊരു കാരണം, ഈ ആളെ കയറ്റി കഴിഞ്ഞാൽ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ഞങ്ങളുടെ സമയം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആള്. ഞാൻ പറഞ്ഞു, നീ ഈ വണ്ടി ഇയാളെ ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങേണ്ടത് അവിടെ കൃത്യമായി ഇറക്കി ബസ് സ്റ്റോപ്പിൽ ഇറക്കി ഇരുത്തിയിട്ട് പോയില്ല എങ്കിൽ നാളെ ഈ വണ്ടി റൂട്ടിൽ ഓടില്ല എന്ന് ഞാൻ വളരെ വാശിയോടുകൂടി ആവുന്നുണ്ട്. ഞാനൊന്നും ചെയ്യാനൊന്നും അല്ല, എന്നാലും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ബഹളങ്ങളെല്ലാം നടന്ന് അദ്ദേഹത്തെ ഇവൻ കൊണ്ടുപോയി വണ്ടിയിലിരുത്തി വണ്ടി പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആൾ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾ തമ്മിൽ വൈകുന്നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, മോനെ എന്നെ കൃത്യമായി എൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിരുത്തി എന്നെ സുരക്ഷിതമാക്കിയിട്ടാണ് അവൻ പോയത് എന്നാണ് പറഞ്ഞത്. അവനത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പ്രതികരണങ്ങൾ ഉണ്ടായിട്ട് പബ്ലിക്കിൽ നിന്ന് ഒരു വ്യക്തി പോലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇടപെടാനോ സംസാരിക്കാനോ തയ്യാറായില്ല. അതൊരു വലിയൊരു തെറ്റാണ്. കാരണം പബ്ലിക്കിൽ അതായത് നമ്മൾ അങ്ങനെ പറയരുത്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിനിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജനനത്തിനും മരണത്തിനും ഇടയിൽ വീണ് കിട്ടുന്ന ചെറിയൊരു നിമിഷമാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തിരക്ക് കൂട്ടുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ അവിടെ ഞാൻ ചോദിക്കുന്ന, അദ്ദേഹത്തിന് ഈ ലോകത്തെ കാണാൻ പോലും അറിയില്ല, നിറങ്ങളറിയില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, ഈ ലോകം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. എല്ലാം തിരിച്ചറിയുന്ന നമ്മൾ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സംരക്ഷിക്കുന്നത്? എന്നിട്ട് എന്നോടുള്ളൊരു നോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്തോ ഈ പൊക്കം കുറഞ്ഞൊക്കെ ഇരുന്നിട്ട് ഇവൻ എന്ത് ഭീകരമായ ഇടപെടലും കാര്യങ്ങളും എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇങ്ങനെ ചുറ്റിനും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നോട്ടക്കാർ മാത്രമാണ്. പക്ഷെ മാറുന്നു. പക്ഷെ അവിടെ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഒരിക്കലുമില്ല. കാരണം അങ്ങനെ പ്രതികരിക്കുന്ന ഒരു തലമുറയും കൂടി ഇവിടെ വളരേണ്ടതുണ്ട്. കാരണം ഈ ലോകത്തെ നമുക്ക് മുഴുവനായിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. എന്നാലും നമ്മുടേതായ ചില മാറ്റങ്ങൾ ഈ ലോകത്ത് വരുത്തിക്കൊണ്ട്
കടന്നു പോകണം. കാരണം ഇത്തരക്കാർക്കും ഭിന്നശേഷിക്കാരായ ആളുകൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാലും അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ ചെന്നാലും അവർക്ക് അർഹതപ്പെടുന്ന പരിഗണനകൾ കിട്ടിക്കൊണ്ട് തന്നെ വേണം അവർ ഇവിടെ ജീവിക്കാൻ. തീർച്ചയായിട്ടും. ഞാൻ അതിനൊരു ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ നമ്മൾ കാണുന്ന 2 കാലുള്ള മനുഷ്യരെയാണ്. ഒരു കാലുമായിട്ടായിരുന്നു ഈ ഭൂമിയിൽ എല്ലാവരും ജനിച്ചിരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഭൂമിയിൽ എല്ലാവരും ഒറ്റക്കാലായിട്ട് ജനിക്കുന്ന ആളുകളാണ്. ഒരു കാലേ ഉള്ളൂ. അവിടെ 2 കാലുമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഓടി നടക്കാൻ കഴിവുള്ള ഒരുത്തൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് വികലാംഗനെന്നോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനെന്നോ വിളിച്ച് സമൂഹം കളിയാക്കും. അംഗവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും കുഴപ്പമാണോ? അല്ല. പക്ഷേ സമൂഹത്തിന് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന ചില ആളുകളാണ് ഇവർ. ഇവരെ കരുതലുണ്ടാവണം ഇവരോട്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതല്ല, ചുറ്റുപാടുകളെയും കൂടി നമ്മൾ അറിയണം. അവർക്കും ഒരിടം ഇവിടെ ഉണ്ട് എന്ന് മുതൽ തിരിച്ചറിയുന്നുവോ അന്ന് മുതൽ ഭിന്നശേഷിക്കാരെല്ലാം സംരക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നവരായി. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഞാൻ കൂടുതലും ചെയ്യുന്ന പ്രോഗ്രാമുകൾ മുഴുവൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും പ്രോഗ്രാമുകളും സർക്കാരിന്റെ പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ ഭിന്നശേഷിക്കാരുമായി കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് കൂടുതലും ചെയ്യും. മോട്ടിവേഷണൽ ചെയ്യുന്ന ആൾക്ക് മറ്റൊരു മോട്ടിവേറ്റർ ഉണ്ടോ എന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ, നമ്മളെ സ്വാധീനിച്ച വ്യക്തി. അതെ, അത് മുതുകാട് സാറിന്റെ വീഡിയോകളിലൂടെയാണ് കൂടുതലും ഞാൻ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ സാറിന്റെ വീഡിയോകളൊക്കെ കാണുകയും അല്ലെങ്കിൽ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെതായ ചിന്തകളെ ലോകത്തിന് സംഭാവന ചെയ്യണമെന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ചില കോഴ്സുകളൊക്കെ സ്വന്തമായിട്ട് എഴുതിയിട്ട് ലോകത്ത് മറ്റാരും അത് പറയാത്തതാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഞാനത് ചോട്ടാ വിപിൻ എന്ന് പേരെഴുതാറുണ്ട്. എനിക്ക് അവകാശപ്പെട്ടത്. അതുപോലെ നടന്മാരിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ മോട്ടിവേറ്റർ ആയിട്ട്? നടന്മാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മോഹൻലാലാണ്. ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു എന്താ പറയാ, ചെറുപ്പകാലം തൊട്ടേയുള്ള ഒരു സന്തോഷവും ആഗ്രഹവും ഒക്കെ ആയിരുന്നു. നമ്മൾ സിനിമയെ കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണവും. അനുഭവം ചെയ്യുന്ന സമയത്ത് അത്ഭുതദ്വീപിൽ ഏറ്റവും അടുപ്പം തോന്നിയ ഒരു നടനാരാ? പക്കൂർച്ചേട്ടൻ. പക്കൂർച്ചേട്ടനുമായിട്ട് അന്നും ഭയങ്കര ഇതായിരുന്നു. ഞാൻ അന്ന് ഇപ്പൊ പറയുമ്പോ ഒരു കാര്യം പറയണം, നമ്മള് സിനിമാക്കാരൊക്കെ ഇത് പറയേണ്ട ഒരു കാര്യം. അതായത് കൊഡാക്കിന്റെ ക്യാമറ ഓർക്കുന്നുണ്ടോ? ഫിലിം ക്യാമറ. അത് ഇതുപോലൊരു ക്യാമറ കിട്ടി എനിക്ക്. അപ്പോൾ ക്യാമറയായിട്ട് ഞാൻ അത്ഭുതദ്വീപ് ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മാത്രമാണ് ക്യാമറയുള്ളത്. പിന്നെ വേറെ 1-2 പേരുടെ കയ്യിലൂടെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഹോട്ടലിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാമറയായിട്ട് പോയിട്ട് ഞാൻ ഫിലിം മലമ്പുഴ അറിയാമല്ലോ, ടൂറിസ്റ്റ് ഏരിയ ആയത് കാരണം ഫിലിമിനൊന്നും ക്ഷാമമില്ല. ഫിലിം മേടിച്ചിട്ട് ഓരോ ദിവസവും ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെയൊക്കെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഓരോ ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഫുള്ള് ക്യാമറ തീർക്കും. എന്നിട്ട് അത് എത്ര 36 ഫിലിം അങ്ങനത്തെ ആയിരുന്നു. അതെല്ലാം എടുത്തിട്ട് നേരെ ആ കളർ അവിടെ കഴുകാൻ കൊണ്ടുപോയി കൊടുക്കും. സിനിമയിൽ നിന്ന് കിട്ടുന്ന കാശൊക്കെ കുറെ ഫിലിം കഴുകാൻ പോയി. അത് കഴിഞ്ഞ് ആൽബത്തിൽ ഒട്ടിച്ച് അവിടുന്ന് തന്നെ ഞാൻ ഈ ആൽബമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുവാണ്. ഇന്നത്തെ പോലെ മൊബൈലിൽ കൊണ്ടുവന്ന് വീഡിയോ കാണിക്കാനോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് സ്റ്റാർ ആകാനൊന്നുമില്ല. ഇന്ന് കയ്യിലിരിക്കുന്ന ആൽബമാണ്. പക്ഷെ ഈ ആൽബത്തിലും അരോചകമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ ആൽബം നമ്മൾ ഓരോരുത്തരെ കാണിക്കുമ്പോൾ ഇവരുടെ ഭാവം അല്ലെങ്കിൽ ഇവരുടെ വർത്തമാനങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ പയ്യെ ഈ ആൽബം ഞാൻ വീടിനകത്തേക്ക് തന്നെ വലിച്ചു. ഇന്നും ഒരു കേടും കൂടാതെ ആ 20 വർഷങ്ങൾക്ക് ശേഷവും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ഗിന്നസ് ബുക്ക് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചതായിട്ട് ഒന്ന് ഓർമ്മിക്കാമോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ, ഒറ്റ കാര്യം ആലോചിക്കുന്നുള്ളൂ. പക്കൂർച്ചേട്ടന് ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാം. ഇപ്പോൾ വേറൊരാൾ വെട്ടിയ വഴിയിലൂടെ നടക്കുക എന്ന് പറയുന്നത് അതെൻ്റെ ഒരു ശീലമല്ല. സ്വന്തമായി വഴിവെട്ടി ആ വഴിയിലെ കല്ലും മണ്ണും മുള്ളും എല്ലാം നീക്കം ചെയ്ത് മറ്റൊരാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ അതുവഴി നടന്നു പോകാൻ കഴിയുന്ന ഒരു പാത ഒരുക്കിക്കൊണ്ട് കടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ജീവിതത്തിലുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ നമുക്ക് ഒരുപാടുണ്ട്. അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ച ഒരാൾ, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മളെക്കാട്ടിലും കഷ്ടപ്പെടുന്നവർ താഴെയുള്ളപ്പോൾ നമ്മുടെ വിഷമം മറക്കുമെന്ന് പറയും. അപ്പോൾ വിപിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടോ? വ്യക്തിയെ
ഏതെങ്കിലും ഒരു ജീവിതത്തിൽ പിന്നെ തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ അടുത്തിടെ നിക്കിന്റെ ആത്മകഥ എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കാനിടയായി. 2 കൈകളും ഇല്ല, 2 കാലുകളും ഇല്ല, ഉം. പക്ഷെ ലോകത്തെ അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. അതെ അതെ കാരണം അതെ അതെ. എന്തെല്ലാം കാര്യങ്ങളാ ചെയ്ത് കാണിക്കുന്നത് ജീവിതത്തിൽ. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു, ഉം. നല്ല രീതിയിൽ പോകുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നടക്കാൻ ഒന്നുമില്ല, ഒന്നും ഇല്ല പറ്റത്തില്ല. ഒന്നുമില്ല. അതെ ഫോട്ടോ കാണുന്ന ആരാണേലും വിഷമം പിന്നെ തോന്നും. തീർച്ചയായിട്ടും. അതുപോലെ ജനിച്ചു കഴിഞ്ഞ സമയത്ത് ഡോക്ടേഴ്സ് ആണേലും ഉം. അദ്ദേഹത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയിച്ച ആളാ. സംശയിച്ച ഒരാളാണ്. അതെ അതെ ആ അതെ. ബുക്ക് വായിച്ചു തീരുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തും. അത് വേറൊരു തീർച്ചയായിട്ടും അനുഭവം. തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെയുള്ളൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എനിക്ക് ലോകത്തോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞാനൊരു ചെറിയ കഥയായിട്ട് തന്നെ പറയാം. അതായത് ഒരു ക്ഷേത്രത്തിന്റെ നടക്കല്ല് ശാന്തിയൊക്കെ ചവിട്ടി കയറി പോകുന്ന നടക്കല്ല് അകത്തിരിക്കുന്ന വിഗ്രഹത്തോട് ഒരു ദിവസം ചോദിച്ചു, എല്ലാവരും വന്ന് നിന്നെ വണങ്ങുന്നു, എല്ലാവരും നിന്നോട് ആവശ്യങ്ങൾ പറയുന്നു, നിന്നെ പ്രാർത്ഥിക്കുന്നു, നീ പറയുന്ന കാര്യങ്ങൾ നീ നടത്തി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും ഈ ശാന്തിയുടെ ചവിട്ടും മേടിച്ച് ഈ പടിയയിൽ ഇങ്ങനെയൊക്കെ. നമ്മൾ രണ്ടുപേരും പോകുന്നത് ഒരേ പാറയിൽ നിന്നാണ്, ഒരേ സ്ഥലത്ത് നിന്ന് പോകുന്ന നമ്മൾക്ക് രണ്ടുപേർക്കും എന്താണ് ഈ 2 തരം അനുഭവങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഈ വിഗ്രഹം ഈ നടകല്ലിനോട് പറയുന്നൊരു മറുപടിയുണ്ട്. അതായത് നിനക്കറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യമുണ്ട്. അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഉളി ഉപയോഗിച്ച് കൊത്തി വേർതിരിച്ച് ഞാൻ വല്ലാത്ത വേദന അനുഭവിച്ചാണ് ഞാൻ ആ ഒരു രൂപത്തിലേക്ക് മാറിയത്. ഏറ്റവും അവസാനം എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി കൊത്തുന്ന സമയത്ത് പോലും ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിനക്കറിയില്ല. അത്രയും വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നീ കാണുന്ന ഒരു മനോഹരമായ ഒരു വിഗ്രഹമായി മാറിയത്. അപ്പോൾ ഇന്നലകളിൽ നിൻ്റെ ഒപ്പം നടന്ന ഞാൻ ഇന്ന് ഈ തരത്തിൽ മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളും എന്തായിരുന്നു എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കണം. അത്രയേറെ കഷ്ടതകൾ സ്വയം ഏറ്റെടുക്കുവാനും അനുഭവിക്കുവാനും തയ്യാറായത് കൊണ്ടാണ് ഇന്ന് എന്നെ ലോകം വണങ്ങുന്നതും ലോകം എന്നെ ബഹുമാനിക്കുന്നതും, അല്ലെങ്കിൽ എന്നോട് അവരുടെ സങ്കടങ്ങൾ തുറന്നു പറയുന്നത്. ഒരു കേൾവിക്കാരനായി കേട്ടു നിന്നുകൊണ്ട് ലോകത്തെ സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാ അനുഭവങ്ങളിൽ നിന്നാണ് എന്ന് വിഗ്രഹം നടകല്ലിനോട് പറയുന്ന കാര്യം തന്നെ നമ്മൾ ജീവിതത്തിൽ എടുത്താൽ മതി. ശരിക്കും നമ്മള് ശ്രീരാമന്റെ പാദസ്പർശം ഏറ്റിട്ട് അഹല്യ വലിയ സംഭവമായി മാറിയ കഥ പുരാണത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. അല്ല, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശകൾ കണ്ടുപിടിക്കാതെ അതിലെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ കണ്ടെത്തുകയാണെങ്കിൽ എന്തുകൊണ്ടും പെട്ടെന്ന് മാറി വരും. അതാണ് വിവിന്റെ ഒരു ഏറ്റവും വലിയൊരു മെറിറ്റായിട്ട് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഏതൊരു കാര്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് ചിന്തിക്കണം. ഇപ്പോൾ സാർ എന്നെ ഫോൺ ചെയ്യുന്നു, അല്ല സാറിനെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ സാർ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് എന്നോട് ദേഷ്യമുണ്ടായിട്ടാണ് എന്നല്ല. കൂടുതലും പേര് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. സാറിനെ മനസ്സിലാക്കണം ഞാൻ. സാറിൻ്റെ തിരക്ക്, സാറിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, സാർ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താണ്, ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്നെ വിളിക്കാത്തതെന്ന് ചിന്തിക്കുന്നതാണ് പോസിറ്റീവ് ചിന്ത. നേരെ മറിച്ച് മറ്റു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അസ്വസ്ഥനാകുന്നത്. ഇവിടെ അസ്വസ്ഥനാകുന്ന വ്യക്തി ആരാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മൾ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയൊരു ജീവിത കഥയുടെ ഒരു തുടക്കം മാത്രമാണ്. മഞ്ഞുമല ഒരുങ്ങിത്തീരുന്നെന്ന് പറഞ്ഞ പോലെ ഇത് ഒരുപാടുണ്ട്. ഇപ്പൊ അത്ഭുതദ്വീപ് അതിലാണ് നമ്മൾ തുടങ്ങിയത്. അത്ഭുതദ്വീപിന്റെ ഒരു 2ാം ഭാഗം വിനയൻ സാർ അനൗൺസ് ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അതിൽ എന്തായാലും ഉണ്ടാകണം. നല്ലൊരു പുതിയ സിനിമകൾ എന്തൊക്കെയാണ്, വേറെ സിനിമ വിശേഷം? പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ അടുത്ത പടം അനൗൺസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ബുക്ക് ഇറങ്ങണം, അതിന് പുറകെ സിനിമ അനൗൺസ് ചെയ്യണം. അതിൻ്റെതായ കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും തിരക്കുകൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതിനൊരു പ്രധാന കാരണം ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോളിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രോവർബ്. അതെ, ഞാനപ്പോൾ അങ്ങനെ ഒന്നും ഉരുണ്ടുകൊണ്ടേയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ശരീരഭാഗത്തു നിന്നുണ്ടാകാം. പക്ഷെ അതൊന്നും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. സക്സസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് അല്ല, ഒരു യാത്രയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇനിയും ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ഒരുപാട് സന്തോഷം. ആ ഒരു ജൈത്രയാത്ര വളരെ സജീവമായി മുന്നേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി നമ്മളെല്ലാവരും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ക്യാരക്ടറാണ് ഛോട്ടാ വിപിൻ. ആ പേരിൽ
തന്നെ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടും സമൂഹത്തിന് പ്രചോദനമാണ്. ചോട്ടാവീരുമായിട്ട് ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു ജീവിതാനുഭവങ്ങളുമായി നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.